എൻ്റെ ഒരു 10 ദിവസം മുമ്പുള്ള വീഡിയോ എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ മുഖത്തിന് വന്നൊരു ചേഞ്ച്. എൻ്റെ ഒരു 10 ദിവസം മുമ്പുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖമൊക്കെ ഭയങ്കര ഗൈസ് ഇന്ന് നമ്മൾ വന്നേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കമുള്ളതും നല്ല ആരോഗ്യമുള്ളതുമായിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു പഴയ ആൾക്കാർക്കൊക്കെ ഇത് ഒരുവിധം അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ സാധനം ഞാൻ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ സാധനം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിഞ്ചയാണ്. പാലിഞ്ച ഇതിൻ്റെ പേര് ഇതിൽ കൊടുത്തേക്കണ സൗന്ദര്യ പാലിഞ്ച എന്നാണ് കേട്ടോ. അപ്പോൾ ഈ പാലിഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാനൊക്കെ നേരം തേച്ച് കുളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ ശരീരത്തിന് നല്ല തിളക്കം കിട്ടാനും നല്ല ആരോഗ്യം കിട്ടാനും ശരീരത്തിൽ അഴുക്ക് പോകാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒത്തിരി ദിവസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സാധനം ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല, ചീത്തയായി പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് സൗന്ദര്യത്തിനും നല്ല ആരോഗ്യകരമായ ചർമ്മത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 25 രൂപയുള്ളൂ കേട്ടോ ഈ ഒരു പാക്കറ്റിന് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്താണ് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കണ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് എടുത്ത് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിച്ച് ശരീരത്തിനും മനസ്സിനും ഉന്മേഷം പകരുകയും നിങ്ങൾക്ക് ആരോഗ്യപൂർണവും തിളക്കവുമാർന്ന ചർമ്മം നൽകുന്നു എന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞേക്കണം. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മുടെ മുഖവും കഴുത്തും നമ്മുടെ കൈയും കാലൊക്കെ സ്ക്രബ് ചെയ്യാനായിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒരു വട്ടം ഏറ്റവും നല്ല ഒറ്റ വട്ടമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വട്ടം വീതം എടുക്കുക കേട്ടോ. ഇത് ഒറ്റയടിക്ക് എടുത്ത് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞ് പോകും, ചീത്തയായി പോകും. കാരണം ഇത് വെള്ളത്തിൽ കുതിർത്ത് എടുക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം എടുത്ത് വെള്ളത്തിൽ കുതിർത്ത ശേഷം ഉപയോഗിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരി പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ഇതെന്താ നമ്മൾ നോർമലി നോക്കുമ്പോൾ നമുക്ക് ചകിരിയായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഇതേപോലെ ഇരിക്കും ഒരു ചകിരി പോലത്തെ സാധനം. ആ ചകിരിയിലേക്ക് പോയിട്ട് തന്നെ ഒരു സ്മെല്ലുണ്ടല്ലോ, ചില തവിടിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ. നമ്മൾ എണ്ണയൊക്കെ മുണം ഇതിലുള്ള ഒരു പ്രത്യേക തരം ഒരു സ്മെല്ലുണ്ടല്ലോ തവിടിൻ്റെയൊക്കെ. തവിടോ ആ സാധനമില്ല നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു പിണ്ണാക്കോ അതിൻ്റെയൊക്കെ ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനത് രാവിലെ വെച്ചതാണ്. ഇപ്പോൾ ഒരു 1 hour മേലെ ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. കുതിർത്ത് കഴിയുമ്പോൾ തന്നെ വെള്ളത്തിന് ചെറിയ കളർ വ്യത്യാസം വരും. അതിൽ കുതിരുന്ന വെള്ളമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാം. നമുക്ക് ഫേസ് വാഷിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് സോപ്പുമായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് തന്നെ ഫേസ് പാക്കുകൾ നമ്മൾ തേന് അല്ലെങ്കിൽ റോസ് വാട്ടർ അലോവേര ജെല്ല് ഇതുമായിട്ട് ഇതിലേക്ക് ഇട്ട ശേഷം നമ്മുടെ മുഖവും കഴുത്തൊക്കെ സ്ക്രബ് ചെയ്യണതാണ് അടിപൊളി കേട്ടോ, സോപ്പിനേക്കാളും കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കഴിഞ്ഞാൽ ഇത് ഇതേപോലെ എടുക്കുക കേട്ടോ. ഇതേപോലെ ഒരു ചകിരിനാരാണല്ലോ ഇത് എടുക്കുക. ഇത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ മുഖം ഇതേപോലെ സ്ക്രബ് ചെയ്യണത് അടിപൊളിയാണ് കേട്ടോ. നമ്മൾക്ക് മുഖത്തിന് നല്ലൊരു ഉന്മേഷം നൽകാനും നമുക്ക് നല്ലൊരു സ്കിന്ന് കിട്ടാനൊക്കെ അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നെക്കും എൻ്റെ മുഖവും നോക്കുക. ഞാൻ എപ്പോഴും പോകാനുള്ള എളുപ്പത്തിന് മുഖത്ത് ചെയ്ത് മുഖം ഭയങ്കര ബ്രൈറ്റ്നസ്, നെക്കിന് അത്രയും ബ്രൈറ്റ്നസ് ഇല്ല. ഇപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നമ്മുടെ പുറത്തുനിന്നുള്ള കെമിക്കൽസ് ഉള്ള പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്യണില്ല. ഇപ്പം ഞാൻ കൂടുതൽ യൂസ് ചെയ്യണം നമ്മുടെ അങ്ങാടിക്കടയിൽ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ പിന്നാലെയുള്ള നടപ്പാണ് കേട്ടോ. പക്ഷേ നല്ല മാറ്റമുണ്ട്. പക്ഷെ നമ്മൾ ഡെയിലി അതിന് മെനക്കിടണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മുഖത്ത് ഇതേപോലെ നമുക്ക് മുഖത്തും കണ്ണിനടിയിലും കണ്ണിൻ്റെ ചുറ്റും ഒക്കെ നമുക്ക് തേക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. നമ്മുടെ നെക്കിലൊക്കെ നമുക്ക് തേക്കാം കേട്ടോ. അപ്പോൾ അതല്ലാതെ ഇത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം എടുത്ത ശേഷം ഇതിൽ നമുക്ക് തേനുണ്ടല്ലോ, തേന് അല്ലെങ്കിൽ അലോവേര ജെല്ല് അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തൊക്കെ നമുക്ക് തേക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തേൻ ഒഴിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് തേൻ ഒഴിക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഈ തേൻ വെച്ചിട്ട് നമുക്ക് മുഖം മസാജ് ചെയ്യാം കേട്ടോ. നമ്മൾ സ്ക്രബ് ചെയ്യുമല്ലോ, അതുപോലെ നമ്മൾ ചകിരി വെച്ച് തേച്ച് കുളിക്കില്ലേ, അതുപോലെ ആയിട്ട് ചെയ്യേണ്ടത് കേട്ടോ. പക്ഷെ നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ ഒത്തിരി ഹാർഡാക്കാതെ നമ്മൾ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാർഡാക്കിയിട്ട് എന്നാൽ സോഫ്റ്റായിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ മുഖമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ മുഖം നല്ല തിളങ്ങി നല്ല അടിപൊളിയായിട്ടിരിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. നമ്മുടെ മുഖത്തിനൊരു നല്ല കളറ് വരാനും ഒരു ഇരുണ്ട ഒരു സ്കിന്നൊക്കെ മാറി കിട്ടാനായിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതും അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫേസ് പാക്കിൽ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. കാപ്പിപ്പൊടിയിൽ കുറച്ച് തേനാണ് കേട്ടോ ഒഴിച്ചേക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഈ ഒരു പാലിഞ്ചയുടെ ഈ ഒരു വെള്ളം കണ്ടോ, നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഈ വെള്ളം അടിപൊളിയാണ് കേട്ടോ. ആ ഫേസ് പാക്കിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ മിക്സ് ചെയ്യണ കൂട്ടത്തിലേക്ക് ഈ ഒരു ചകിരി പോലത്തെ ഈ പാലിഞ്ച ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം
ഇത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാ ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു മുഖത്തേക്ക് ഇതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമുക്ക് മുഖത്ത് കംപ്ലീറ്റ് നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാവേ. നമ്മൾ കുറച്ച് നേരമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് നേരമെങ്കിലും നമ്മൾ ഒന്ന് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്യുക, സ്ക്രബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ പാലിഞ്ചാന്ന് പറഞ്ഞ സാധനം പാലിഞ്ചാന്നല്ല, നിങ്ങൾ അങ്ങാടിക്കടയിൽ എന്ത് സാധനം വാങ്ങിക്കാൻ ചെന്നാലും അങ്ങാടിക്കടയിൽ എടുത്തു തരാൻ നിൽക്കുന്ന ആളോട് ചോദിക്കാതെ അതിൻ്റെ ഓണർ ഉണ്ടാവും. ഓണർ എന്ന് പറയുമ്പോഴത്തേനും അങ്ങാടിക്കടയിൽ നിൽക്കുന്ന ഓണേഴ്സ് എല്ലാം അവർ ആയുർവേദമായിട്ടൊക്കെ റിലേറ്റ് ആയിട്ടുള്ളവരായിരിക്കും കേട്ടോ. അപ്പോൾ അവരോട് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളൊക്കെ ഓരോ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് ചോദിക്കുക കേട്ടോ. അതേപ്പറ്റിയൊക്കെ ഓരോന്നൊക്കെ ചോദിച്ചിട്ട് വാങ്ങിക്കുക കേട്ടോ. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സൗന്ദര്യം പാലിഞ്ചാന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല സൗന്ദര്യം ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. ഒത്തിരി പേര് കമൻറ്റ് ഇടുന്നുണ്ട് മനസ്സിൻ്റെ സൗന്ദര്യമാണ് നല്ലത്, അല്ലാണ്ട് ഈ പുറമേ കാണുന്ന സൗന്ദര്യം അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായും മനസ്സിൻ്റെ സൗന്ദര്യം വലിയ കാര്യമാണ് ഇന്നത്തെ കാലത്ത്. കാരണം മനസ്സിന് നല്ല സൗന്ദര്യമുള്ള ഒരാളെ ഇന്ന് കണ്ടു കിട്ടാനേ വഴിയില്ല. എല്ലാവർക്കും പുറമേയുള്ള സൗന്ദര്യമാണല്ലേ. അപ്പോൾ പക്ഷെ പുറമേയുള്ള സൗന്ദര്യം വലിയ കാര്യമാണ് കേട്ടോ. ഓരോ ബുദ്ധിമുട്ടുണ്ടായവർക്കേ അതറിയാൻ പറ്റുള്ളൂ. പുറമേയുള്ള സൗന്ദര്യം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല. എനിക്കുള്ള സൗന്ദര്യത്തിലൊക്കെ കൂടി കുറച്ചും കൂടി ഞാൻ സുന്ദരിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സുന്ദരനായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ഇടുന്നവർക്ക് ഒരു പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവും എനിക്കിപ്പോൾ ഉള്ള സൗന്ദര്യത്തെക്കാൾ കുറച്ചും കൂടി സൗന്ദര്യം കിട്ടിയിരുന്നെങ്കിലെന്ന്. പണ്ടെന്നൊക്കെ നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ മാർക്കറ്റിൽ പോലും അത്യാവശ്യം കളർ ഒരു കല്യാണ മാർക്കറ്റിൽ പോലും അത്യാവശ്യം കളറും സൗന്ദര്യമുള്ള പെണ്ണിനെ മതിയിലുള്ള ഒരു മാർക്കറ്റായിരുന്നു പണ്ട് കേട്ടോ. എല്ലാവർക്കും കളറുള്ള കാണാൻ ഭംഗിയുള്ള പെണ്ണിനെ വേണമെന്നായിരുന്നു ഒട്ടുമിക്ക ചെറുക്കന്മാരുടെ ആഗ്രഹം. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറി കേട്ടോ. ഇന്ന് ഒന്നാമത് പെണ്ണ് കിട്ടാനില്ലേ, ഏതായാലും പെൺപിള്ളേരെ കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. എന്നാലും നമ്മുടെ സൗന്ദര്യം നമ്മുടെ ഇതൊക്കെ വ്യക്തിത്വമൊക്കെ നിലനിർത്തേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് നേരം നല്ലപോലെ മസാജ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത ശേഷം നമ്മൾ ഡ്രൈ ആക്കാൻ വെക്കണമെന്നേ നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ഡ്രൈ ആക്കാനൊന്നും വെക്കണ്ട. കാരണം ഇത് നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോഴേ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളിത് ഡ്രൈ ആക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഇതേപോലെ നമ്മൾ മസാജ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ സ്ക്രബ് ചെയ്യും. നമ്മുടെ ഈ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള പോർഷനിലൊക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പോയി കിട്ടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ മസാജ് ചെയ്ത് എടുക്കാം. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം കഴുകി യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇത് കഴുകി യൂസ് ചെയ്യുമ്പോൾ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകും, ഇത് കൊള്ളത്തില്ലാതെ പോകും. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ ഒരു ഉപയോഗത്തിന് മാത്രം എടുത്ത ശേഷം അത് കളയുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ശേഷം ഈ ഒരു സാധനം കളഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളത് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഒരുപാട് നേരം സ്ക്രബ് ചെയ്യല്ലേ കേട്ടോ. ഒരുപാട് നേരം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പറ്റും. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് തന്നെ അറിയാമല്ലോ എത്ര നേരം വേണമെന്ന്. അപ്പോൾ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഗൈസ് ഞാനിപ്പോൾ എൻ്റെ മുഖം എന്താ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ മുഖം അടുത്ത് കാണാം കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു 10 ദിവസം മുമ്പുള്ള വീഡിയോ എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ മുഖത്തിന് വന്നൊരു ചേഞ്ച്. എൻ്റെ 10 ദിവസം മുമ്പുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖമൊക്കെ ഭയങ്കര ഡള്ളായിട്ട് ഇരുണ്ടാണ് ഇരുന്നത്. ഇപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടല്ലേ. ഞാൻ ക്രീമൊക്കെ തേച്ചുകൊണ്ടിരുന്ന സമയത്തേക്കാളും നല്ല അടിപൊളി സ്കിൻ ആയിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ അറിയാം നിങ്ങൾക്ക് ഇതൊരു ക്രീം തേച്ച ഫേസ് ആയിട്ടൊന്നും തോന്നണില്ലല്ലോ. അപ്പോൾ ഇതാണ് നല്ല ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് അടിപൊളി ചേഞ്ചാണ്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് തുടച്ചുകൂടി കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ മേക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്ത് ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് വന്നു ആരും പറയില്ലല്ലോ. നമ്മളിതാ നല്ല പോലെ തുടച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വാഷ് ചെയ്ത ആ മുഖം ഞാനിപ്പോൾ കഴുകി വൃത്തിയായിക്കൊണ്ടുവന്ന എൻ്റെ ഫേസാണ്. ഇതുണ്ടോ ഇത്രയും നല്ല ഹെൽത്തി സ്കിന്നാണ് ഇപ്പോൾ എൻ്റെ നോക്കിയാൽ അടിപൊളിയായിട്ടില്ലേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ് എനിക്കിപ്പോൾ ഉള്ളത്. കണ്ട
ഇത് നിങ്ങൾ നോക്കി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ ആയുർവേദ പ്രൊഡക്റ്റുകൾ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഏതാണ് നല്ലത് എന്താണ് നല്ലതെന്ന് നോക്കി കണ്ടും ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നല്ലതാണോ ചീത്തയാണോ. പിന്നെ പെട്ടെന്ന് നമുക്കൊരു 2-3 ദിവസം കണ്ടിട്ട് റിസൾട്ട് കിട്ടുന്ന പോലെ നടക്കുന്ന കാലം. പിന്നെ ആയുർവേദ പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു പ്രൊഡക്റ്റ് തന്നെ നമ്മൾ ഒരു സാധനം തന്നെ നമ്മൾ തേച്ചുകൊണ്ടിരിക്കാതെ നമ്മളൊരു 2-3-4 സാധനമെങ്കിലും മേടിച്ച് വെച്ച ശേഷം ആ 2-3-4 പ്രൊഡക്റ്റൊക്കെ നമ്മൾ ഇടയ്ക്കും വഴിക്കൊക്കെ ആയിട്ടൊക്കെ തേക്കുക, യൂസ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളത്. നിങ്ങൾ എൻ്റെ കുറച്ച് ബാക്കിയുള്ള വീഡിയോസ് കണ്ടാൽ എൻ്റെ കണ്ണിൻ്റെ പൊക്കത്തും താഴത്തൊക്കെ നല്ല ബ്ലാക്ക് കളറിലായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് കണ്ണടിയിലെ കറുപ്പ് മാറാൻ നമുക്ക് ഒത്തിരി വഴികൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ചെയ്യുന്ന ഇങ്ങനത്തെ പാക്കുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ കണ്ണിനും കൂടെ ഒരു പ്രിഫർ ചെയ്യാം കേട്ടോ. കാരണം ഞാൻ കൺപോളയുടെ പൊക്കത്തൊക്കെ കെമിക്കലല്ല, അപ്പോൾ അതൊരു കുഴപ്പമില്ല. കൺപോളയുടെ പൊക്കത്ത് കണ്ണിൻ്റെ തൊട്ട് താഴേക്ക് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു കറുപ്പ് മാറാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ തന്നെ എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല, നല്ല ബ്രൈറ്റ് ആയിരുന്നു. എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ തന്നെ പറയുന്നുണ്ട് ക്രീമൊക്കെ തേച്ചുകൊണ്ടിരുന്നെങ്കിലും വെട്ടം വെളിച്ചം തെളിച്ചോണ്ട് ഇപ്പോൾ ഉണ്ടെന്ന്. അപ്പോൾ അത്രയും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും പാലിഞ്ചയൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുക. നമ്മുടെ പെഡിക്യൂറും മാനിക്യൂറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെഡിക്യൂറൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാല് നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് ഈ ഒരു സാധനം അടിപൊളിയാണ്. പിന്നെ നമ്മുടെ കൈ നമുക്ക് സ്ക്രബ് ചെയ്യാൻ അടിപൊളിയാണ്. കഴുത്ത് സ്ക്രബ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ചകിരി മറ്റു സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ ബോഡിയൊക്കെ കഴുകുന്നത്. അപ്പോൾ അതിൽ നല്ലത് ഇത് നല്ലതാണ്. പക്ഷേ കുറച്ച് യൂസ് ചെയ്യുക. കാരണം ഇനി യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സോപ്പ് പൊട്ടിക്കകത്ത് അവിടെ വെച്ചിട്ട് ബാത്റൂമിലൊക്കെ വെച്ചിട്ട് പിന്നെ നാളെ ആകുമ്പോൾ അഴുക്കായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ മാക്സിമം യൂസ് ചെയ്ത സാധനം കളഞ്ഞ ശേഷം വീണ്ടും പുതിയത് എടുക്കുക. 25 രൂപയുള്ളൂ കേട്ടോ. ഇത് ചെറിയ സാധനത്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. പാലിഞ്ചയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രായമുള്ള അമ്മൂമ്മമാരും അമ്മച്ചിമാർക്കൊക്കെ ചിലപ്പോൾ അറിയാനായിട്ട് പറ്റുമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി അടുത്ത എന്തെങ്കിലും ചെയ്യുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.